മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുകയാണ്, ഡേ ഓഫാണ്, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം. എനിക്ക് നല്ല ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്, അതുപോലെ സ്കാൽപ്പും ഭയങ്കര ഡ്രൈയാണ്. എനിക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. എന്തൊക്കെ തേച്ച് എന്തൊക്കെ മാസ്ക് ട്രൈ ചെയ്താലും വീണ്ടും അങ്ങനെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. അപ്പോൾ ഇനി ഡോക്ടറെ കൺസൾട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സിമ്പിൾ സ്റ്റൈൽ ഉണ്ണി ചേച്ചിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് എങ്ങനെ ഇപ്പം ഡാൻഡ്രഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ പൊടിയായിട്ടുള്ള, എനിക്കങ്ങനെ പൊടിയായിട്ടുള്ള ഡാൻഡ്രഫാണ്. അപ്പോൾ പൊടിയായിട്ടുള്ളത് അത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ട് അത് മോയ്സ്ചറൈസ് ചെയ്താൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് അത്രയ്ക്ക് വലിയ ഇഷ്യൂസ് വരത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം ട്രൈ ചെയ്ത് നോക്കി. എന്തായിരുന്നു, ഉലുവ ട്രൈ ചെയ്ത് നോക്കി, പിന്നെന്താണ് ഹെയർ ഓയിലിൻ്റെ അകത്ത് ലെമൺ ജ്യൂസ് വെച്ചിട്ടുള്ളത് അത് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ തൈര് വെച്ചിട്ടുള്ള മാസ്ക് ട്രൈ ചെയ്ത് നോക്കി, കണ്ടതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതിൽ 2-3 റിസൾട്ട് ഉണ്ട് കേട്ടോ. ഉലുവയുടെയൊക്കെ റിസൾട്ട് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര വാഷ് ചെയ്ത് നമുക്ക് പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് മാത്രമേ അതെനിക്ക് അങ്ങോട്ട് വയ്യ. ഹെയർ ഭയങ്കര ഒത്തിരി നേരം നമ്മൾ കഴിയണം, അതിനെ പൊടി മാറത്തുള്ളൂ. എന്നാലും അത് യൂസ് ചെയ്താലും 2 ദിവസം 3 ദിവസം അതാണ് വീണ്ടും എനിക്ക് ബാക്ക് ടു അതിൻ്റെ അതിലെക്കാട്ടി കൂടുതൽ വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇനി ഇതുകൊണ്ടാണെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ഓൾറെഡി മാസ്ക് ഉണ്ടാക്കി, എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കി. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വെച്ചാൽ വീഡിയോ എടുക്കാമല്ലോ, വീഡിയോ അതെടുത്തിടാമല്ലോ, വെറുതെ എന്തെങ്കിലും കണ്ടിട്ട് കളയണേ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം എത്ര വിചാരിച്ചു പറഞ്ഞല്ലേ, ഞാൻ പോയി എടുത്തിട്ട് വരാൻ ഉണ്ടാക്കിയത് പേപ്പർ. അപ്പം ഇതാണ് നമ്മുടെ മാസ്ക്. ഇത് കാണാവോ? കാണുന്നില്ലേ? ഇതിങ്ങനെ ആക്കി ഇനി താഴെ പോയില്ലോ. ഈശ്വര, ഫോർക്കാണ്, നിങ്ങൾക്കത് കാണത്തില്ല. ഞാൻ ക്യാമറയിൽ ഇതാക്കി തരാം. അതെ, ഓക്കെ ഫൈൻ. എന്തൊക്കെ കഷ്ടപ്പാടാ ഈശ്വര. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക്. കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി. ഞാൻ തൈരിട്ടപ്പം കുറച്ച് പൊട്ടാള മാറ്റാം. പിന്നെ തൈരിട്ടപ്പോഴേ കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി. അപ്പോൾ ഇതിൽ 2 മുട്ട, ഒരു കുഞ്ഞു നാരങ്ങയുടെ നീര് ഫുൾ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വരുന്നിട്ട് കുറച്ച് തേന്, പിന്നെ തൈര്, ഇത്ര ഇട്ടിട്ട് മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലവർ പറയും മുട്ടയുടെ വെള്ളം മാത്രം ഇട്ടാൽ മതിയെന്ന്. മഞ്ഞ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ അത് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സ്മെൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ദൈവമേ, അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഉണ്ട്, മണമുണ്ട്, പക്ഷേ സ്മെല്ലുണ്ട്. മനസ്സിലായില്ല, സാധനമുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടില്ല, ഞാൻ എണ്ണ തേച്ചിട്ട് മാസ്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പോയി ഒന്ന് എൻ്റെ എണ്ണ തപ്പി എടുത്തുകൊണ്ട് വരട്ടെ, എവിടെയാണെന്ന് അറിയത്തില്ല, പോയി തപ്പിയെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് എണ്ണ തേക്കാം. കണക്ക് കാണുന്നതിനാണ് ഭയങ്കര ചേട്ടയാണ്. എൻ്റെ മുടിയാണെങ്കിൽ പണ്ട് തൊട്ടേ എത്ര ജടാവാ, ഞാനും ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് അത് വീണ്ടും ബാക്ക് ടു ചെടിയാകും. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, എന്നാലും എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഉടക്കാവുന്നത്. ചിലതൊക്കെ മറിച്ച് കുറയ്ക്കും, പക്ഷെ എന്ത് ചെയ്തു കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ കഴിഞ്ഞ വീക്ക് മുടിയുടെ ലെങ്ത് ഒന്ന് കുറച്ചു. എനിക്കൊരു ഷോർട്ട് ഹെയർ ആക്കണമെന്നുണ്ട്, ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. എന്തോ എനിക്കറിഞ്ഞോളാം എപ്പോഴാണ് ഭ്രാന്ത് തരുന്നത്. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തരും അപ്പിനെ കുട്ടികൾ. ഓക്കെ, ആക്ച്വലി കോംബ് ചെയ്തിട്ടുള്ള എണ്ണ തേക്കാൻ എനിക്കിനെയും പോയി ചീപ്പെടുത്തിട്ട് വരാൻ ഞാൻ എന്ത് ഞാൻ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പോകാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ, എടുത്തതേ ഉള്ളൂ. എൻ്റെ ശിവനെ ഇതാണ് എണ്ണ പൊട്ടല്. ഇത് പാരച്യൂട്ടിൻ്റെ മറ്റേ ഒണിയൻ ബോട്ടിൽ ഞാൻ കളഞ്ഞ്. ഒണിയൻ ഉള്ളത്, ഒണിയനും വിറ്റാമിൻ ഇയുടെയും കൂടെ ഉള്ള ഒരു ചുമന്ന ബോട്ടിൽ വരുന്നത്. അത് ഞാൻ ഇതിൻ്റെ ബോട്ടിലോട്ടാക്കി മാറ്റിയത്. അതിൻ്റെ തൊട്ട് ഈ ബോട്ടിൽ എനിക്കിഷ്ടമാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായതിൽ ഇങ്ങനെ ഒട്ട 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 ഒട്ട
ഇതിൽ കൂടെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ട് ആ കുപ്പി എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. പാരച്ചൂട്ടിൻ്റെ തന്നെയാണ് ഓണിയൻ ഇതായിട്ടുള്ളത്. എന്തോ അതിൽ വെച്ച് നമുക്ക് എണ്ണ തേക്കാം. തിരുമേനി മോരുകറി പോലെ ഇത് ആക്ച്വലി സ്പ്രേ ചെയ്താൽ മതി. അതായത് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ തേക്കാനേ ഭയങ്കര പാടും. ഇത് ഞാൻ ഇതിലോട്ട് പകർത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എളുപ്പം കിട്ടും. ഇങ്ങനെ ലിക്വിഡ് പോലെ ആയതുകൊണ്ട് ഫേസിലോട്ടൊക്കെ എനിക്ക് എണ്ണയാണെങ്കിൽ എന്ത് സമയം നെറ്റിയിലോട്ടൊന്നും ഇഷ്ടമില്ല. ആവശ്യം നമ്മുടെ പോയില്ലേ. പിന്നെ കട്ടിയായിപ്പോയി. നമുക്കിനി ഒരു 20 to 30 minutes ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം. ശല്യപ്പെടുത്തണ്ട. അപ്പോഴത്തേക്ക് എനിക്ക് ഫേസ് പാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ട്. അതിനുള്ള എനിക്ക് വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അപ്പോൾ വേണ്ടിയിട്ട് കാണാം. ബൈ. അങ്ങനെ ഞാൻ കുളിയൊക്കെ പാസ്സാക്കി ഒരു 30 minutes ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് എനിക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് കിടപ്പുണ്ട് ഹെയർ. അങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അറിയത്തില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നിയായിരുന്നു. ഇത്തിരി സ്മൂത്തായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡാൻഡ്രഫ് ആണെങ്കിലും കണ്ടു എനിക്കങ്ങനെ പൊടിയായിട്ട് അങ്ങനെ കാണുമായിരുന്നു. ഇപ്പം ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൊള്ളാം. റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിൽക്കി ആയിട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ ഹെയർ. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയും എൻ്റെ കുറേ പട്ട് ഷോയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തോന്നും ഈ കാണിക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.